ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മൾ ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലാത്ത വളരെ സിമ്പിളായിട്ടൊരു ബോട്ടിലാട്ട്, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ വേണം. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്, പ്രത്യേക ഒരു ഷേപ്പൊക്കെ ആയിട്ട് ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ അകത്തോട്ടൊക്കെ കുഴിഞ്ഞിരിക്കുന്ന നല്ലൊരു ഷേപ്പുള്ള ഒരു ബോട്ടിലാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫെവിക്കോളാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് പാത്രത്തിലേക്ക് കുറച്ച് ഫെവിക്കോൾ എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2-3 ഡ്രോപ്പായിട്ടൊന്ന് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ലൂസായിട്ട് കിട്ടുമല്ലോ. നമ്മൾ ഒരുപാട് അങ്ങ് ലൂസാകും ചെയ്യരുത് കേട്ടോ. കുറച്ചൊന്നും ഇങ്ങനെ ആ ഒരു ഭയങ്കര കട്ടിയുള്ള ഒരു ഫെവിക്കോൾ കുറച്ചൊന്നും ഇങ്ങനെ ലൂസാക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ബോട്ടിലേക്ക് നമ്മളിതൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്നിങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ റോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മൾ ആ എടുത്തിട്ടുള്ള ഫെവിക്കോൾ വളരെ കുറവാണ്. ആ ഒരു ബോട്ടിലിൻ്റെ ഒരു താഴെ ഭാഗത്ത് മാത്രം അങ്ങനെ ആവാനുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്നിങ്ങനെ ഫെവിക്കോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് എവിടെയും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയല്ലോ കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ചെടുത്തിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അളവ് ഭയങ്കര കുറവായി പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ആ ബാക്കിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുത്തപ്പോൾ എല്ലാ ഭാഗത്തോട്ടും കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഫെവിക്കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നെക്കിൻ്റെ സൈഡിലൊക്കെ ഇട്ടാനെടുത്താൽ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്നും ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ എക്സ്ട്രാ ഉള്ള ഒരു ഫെവിക്കോൾ ഉണ്ടാവില്ല, അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ അത് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ ഫുള്ളായിട്ട് ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ പൗഡർ നല്ല ഫൈനായിട്ടുള്ള ഗ്ലിറ്റർ പൗഡറാണ്. ഒരുപാട് കളേഴ്സ് തന്നെ ഒരു ടിന്നിൽ ഇങ്ങനെ പ്രത്യേകം പാർട്ടായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലുള്ള ഒരു യെല്ലോ കളർ ഗ്ലിറ്റർ പൗഡർ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തോട്ടും എല്ലാം ഇങ്ങനെ കുറേശ്ശായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് പല ഭാഗത്തായിട്ടൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ കുഞ്ഞി ആ ഒരു ഹോളല്ലേ ഉള്ളൂ, അപ്പോൾ അതിലൂടെ ഇടുമ്പം നമുക്ക് പറ്റുന്ന രീതിയിലൊന്നും ഇങ്ങനെ അകത്തോട്ടാവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് ഭാഗത്തൊക്കെ ഒരു യെല്ലോ കളർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ അതിലൊരു പിങ്ക് കളർ നല്ലൊരു ലൈറ്റ് പിങ്കാണ്. അപ്പോൾ ആ ഒരു കളർ ഗ്ലിറ്റർ പൗഡറാണ് നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇടവിട്ടൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പീച്ച് കളറ്, അപ്പോൾ അങ്ങനെ ഗ്രീന്, ബ്ലൂ, അങ്ങനെ ഒരു 3-4 ടൈപ്പ് കളേഴ്സായിട്ടൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് ഷെയ്ഡ് മാത്രമായിട്ട് പിങ്കും പീച്ചും യെല്ലോയും കൂടെ മാത്രം ഇട്ട് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി അതിലൊരു വേറെ ഗ്രീനും ബ്ലൂ ഒക്കെ കൂടെ വരുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. പിന്നെ അതും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ ഭാഗത്തോട്ടും പിന്നെ ആ ബോട്ടിലിൽ എല്ലാ ഭാഗത്തോട്ടും ആകുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലേ. ഒരുപാട് കളേഴ്സൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുള്ളത്, താഴെ ഭാഗത്തോട്ട് അധികം ഇങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ഫെവിക്കോളിൻ്റെ ഒരു നനവുണ്ടാവില്ല അകത്ത്, അപ്പോൾ എല്ലാ ഭാഗത്തോട്ടൊന്നും ആയി കിട്ടാനായിട്ട് ഇങ്ങനെ അധികം കളർ കാണാത്ത ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നല്ലൊരു ഭംഗിയിൽ കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാട്ടോ. കാരണം നല്ല രസമായിട്ടുണ്ട്. ലൈറ്റ് കളറും യെല്ലോ കളറ്, പീച്ച് കളറ്, പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഗ്രീനും പിങ്കൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കാരണം അകത്തൊക്കെ ഒരുപാട് കളേഴ്സൊക്കെ ആയിട്ട് നല്ല ഷൈനിങ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 2 ദിവസത്തോളം ഞാൻ ഡ്രൈ ആക്കാൻ വെച്ചു കേട്ടോ. ഒരു ദിവസം വെച്ചപ്പോൾ തന്നെ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് കുത്തനെ വെച്ചു കേട്ടോ. അപ്പോഴാണ് അതെല്ലാം കൂടെ അങ്ങ് കുറച്ച് നനവുള്ളതല്ലേ എൻ്റെ അകത്ത്, അപ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് വന്നിട്ടാണ് ആ ഒരു ഗ്ലിറ്ററൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു കളർഫുള്ളായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത്. പിന്നെ അതുപോലെ നെക്കിൻ്റെ സൈഡിലും നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് വരുമല്ലോ, അപ്പോൾ അതും നല്ലൊരു ഇതായിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് അധികം എങ്ങനെയാണെന്ന് വെച്ചാൽ അതെല്ലാം ഒലിച്ചിട്ട് താഴോട്ട് വന്നിട്ടുള്ളതാണ്. ഇടയ്ക്ക് ഞാനിങ്ങനെ റോൾ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ആ ഒരു ഫെവിക്കോൾ ഡ്രൈ ആകുമ്പം ഓൾറെഡി എന്തായാലും ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും. അപ്പോൾ എന്നാലും ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്നാലും നല്ല രസമുണ്ട്. നമ്മൾ ആ ഒരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ ആണെങ്കിലും കൂടെ അതിനൊരു പ്രത്യേക ഒരു ഭംഗി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഷൈനിങ് ആയിട്ട് ഗ്ലിറ്ററൊക്കെ ആയിട്ട് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഒരു ബോട്ടിൽ.
ഇങ്ങനെ തന്നെ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാനിതിന് കുറച്ചും കൂടെ നല്ലൊരു ഗുമ്മാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ കുറേ ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ഈസിയാണിത് ചെയ്തെടുക്കാനൊക്കെ ആയിട്ടും. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഒന്ന് ആദ്യം സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് സ്പോഞ്ചിൻ്റെ പീസ്, ഒരു ഡ്രൈ ആയിട്ടുള്ള സ്പോഞ്ചിൻ്റെ പീസ്, പിന്നെ ഒരു കോട്ടൻ്റെ ഫാബ്രിക്കോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എടുത്ത് വെക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഡിസൈൻ്റെ മേലെ ഒരു കവറിങ് ഉണ്ടാവും, ഒരു ലാമിനേറ്റ് ചെയ്ത പോലത്തെ കവറിങ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്നിങ്ങനെ പീൽ ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ആ ഒരു ഡിസൈൻ നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടത്, അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഡിസൈന് വരുന്ന ഭാഗം ജസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ചുളിവുകളൊക്കെ ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്പോഞ്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളിത് സ്റ്റിക്കറിൻ്റെ മേലെ ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡാബ് ചെയ്തിട്ട് അത്യാവശ്യം ആ സ്റ്റിക്കർ നന്നായിട്ടൊന്നിങ്ങനെ നനഞ്ഞിരിക്കണം കേട്ടോ. ആ ഒരു വൈറ്റ് ഭാഗം നന്നായിട്ടൊന്നിങ്ങനെ വെറ്റായതിന് ശേഷം നമ്മൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ കാണുന്ന ആ ഒരു സമയം വരെ നമ്മളിങ്ങനെ സ്പോഞ്ചോട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ആ ഡിസൈൻ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് വരും. നല്ല അടിപൊളിയായിട്ടോ അത് കിട്ടും. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈനിൽ എന്തെങ്കിലും ഒരു ചുളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു ബോട്ടിൽ ഓൾറെഡി അത് ബോട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വന്നിട്ടുള്ള പോലത്തെ ഒരു ഡിസൈനായിട്ടാണ് വരിക. നല്ലൊരു നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഗ്ലൂ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് വെള്ളവും ഒരു സ്പോഞ്ചും മാത്രം വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്തെടുക്കുന്നുള്ളൂ. നമുക്ക് സെക്കൻഡ്സ് മാത്രം മതി അത്രയും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ മറ്റേ സൈഡിൽ ഞാൻ ഇതുപോലെ ആ ഒരു വയലറ്റ് കളർ ഫ്ലവർ അല്ല, നല്ലൊരു മെറൂൺ കളറൊക്കെ ആയിട്ടുള്ള 2 റോസ് പൂവിൻ്റെതാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളത് ഇതുപോലെ നമ്മൾ പീൽ ചെയ്ത് അവിടെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടിഷ്യൂയോ കോട്ടനോ വെച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാ ഭാഗത്ത് വരുന്ന വെള്ളം ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിലേക്ക് നല്ലൊരു മാച്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറ്. കാരണം നമ്മൾ ഈ ഒരു ബോട്ടിൽ ഇപ്പോൾ നമ്മൾ വേറെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഡിസൈനൊന്നും ചെയ്താൽ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ ഒരു ബോട്ടിലിൽ ഗ്ലിറ്ററൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ബോട്ടിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷീറ്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറേ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ബോട്ടിലേക്ക് ഇപ്പോൾ 2 ഡിസൈനും കൂടെ വന്നപ്പോൾ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് കളർഫുൾ ആയിട്ടുമില്ല, എന്നാൽ ഭയങ്കര ഡിമ്മായി പോയിട്ടുമില്ല. നമ്മൾ ആ ഒരു ഗ്ലിറ്റർ പൗഡറിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ആ ഒരു ഡിസൈൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുള്ള പോലെയായിട്ട് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബോട്ടിലിൽ തന്നെ ഒരു ഗ്ലിറ്ററും ഡിസൈനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് ഒരിക്കലും വെള്ളമൊക്കെ തട്ടുമ്പോൾ ചീത്തയായി പോകാതിരിക്കാനായിട്ട് പിക്ചർ വാർണിഷും കൊണ്ടൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് വേണ്ട, നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ രീതിയിൽ ലൈറ്റായിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മാഗസീൻസിൽ നിന്നൊക്കെ കിട്ടുന്ന സ്റ്റിക്കേഴ്സ് ഡിസൈൻസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്ലിറ്റർ ടൈപ്പ് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുത്താൽ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ലൊരു വെറൈറ്റി ആയിട്ട് ആരും ചെയ്തെടുക്കാത്ത ഒരു ബോട്ടിലാണ് നമ്മൾ ചെയ്തെടുത്തുള്ളത്. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ടാണ്. നമുക്ക് സെയിൽ ചെയ്യാനും അതുപോലെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നു. പിന്നെ നല്ലൊരു ഹോം ഡെക്കറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.